ചെർപ്പളേരി അല്ലേ? അതല്ലേ ചെർപ്പള തെഞ്ചേരി ഇല്ലത്തിന്റെ ശാഖ. അല്ല, അത് പുലയും പാലായ്മയുള്ള സമയത്ത് ആൾക്കാർ വരിക എന്ന് പറയുന്നത് ഇപ്പം ഏത് ക്ഷേത്രത്തിലും ഇപ്പം കമ്മിറ്റിക്കാരെ സംബന്ധിച്ച് പരിധിയുണ്ട്. വരുന്ന ആൾക്കാരോട് എല്ലാ ആൾക്കാരോടും ഇപ്പൊ പെലയുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഇപ്പം വരുന്ന ആൾക്കാർ ബോധവാന്മാരാവുക എന്നുള്ളതാണ്. അത് പ്രസവിച്ച പെലയാണെങ്കിലും മരിച്ച പെലയാണെങ്കിലും പിന്നെ 16 ദിവസം എന്നുള്ളത് കണക്ക് അല്ല, 11 ദിവസം എന്നുള്ള കണക്കാണ്. ഓരോ സമുദായത്തിലൊക്കെ ഓരോ മാതിരിയാണ്. ഇപ്പൊ 16 ദിവസം എന്നുള്ള ആചാരമാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രസവിച്ചാലും ഇനി മരണപ്പെലയാണെങ്കിലും 16 ദിവസത്തെ പെല ആചരിച്ചിട്ട് മാത്രമേ 17-ാം ദിവസം മുതൽക്കേ ക്ഷേത്രത്തിലേക്ക് കയറാവൂ. അതിന് പ്രത്യേകം ബോർഡോ മറ്റോ പുറത്ത് വെക്കാം. എല്ലാ വാലായ്മ തുടങ്ങിയിട്ടുള്ള ആൾക്കാര് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന് പ്രത്യേകം എഴുതി വെക്കാം. അശുദ്ധിയിലെ ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് കയറുന്നു എന്ന് നേരത്തെ പറഞ്ഞതാ. ലക്ഷണമൊന്നുമില്ല. എത്ര ലക്ഷം തിരിയിട്ടുള്ളൂ? വേഗം 2 തിരി മതി. അങ്ങോട്ടും ഇങ്ങോട്ടും 5 തിരിയൊന്നും വേണ്ട. കിഴക്ക് പടിഞ്ഞാറ് കട്ടിയിലിട്ടോളൂ. 2 തിരി വീതിട്ടോളൂ. നേരം കട്ടില്ല. പുലയാളി തറവാട് കൊടുത്തു. ലക്ഷ്മി നരസിംഹാണ്. ലക്ഷ്മി നരസിംഹ അല്ല. അതെ, അനുഗ്രഹകലയിൽ നിൽക്കുന്ന. അതെ, ദേഷ്യം കുറഞ്ഞ ആള്. അല്ല, കൊളുത്തിക്കോളൂ കൊളുത്തു. ഇത് പരിഹാരം കണ്ടു തുടങ്ങാൻ പോകാനുള്ള ഭാവമാണ്. ആയിക്കോട്ടെ. ബാധാരൂപത്തിൽ പിന്നെ വടക്കേ വാദി, പിന്നെ എന്നാലേ പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഗുരുവായൂരിന്ന് പരിഹാരം, നമ്മളെ സീമാക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് ഗുരുവായൂരപ്പനാണ് ആദ്യത്തെ പരിഹാരം ചെയ്യേണ്ടത്. അവിടെ 2 ലിറ്റർ പാൽപ്പായസവും തിരുമുടിമാലയും വെണ്ണനേദ്യവും ഭഗവതിക്ക് അഴലും കഴിപ്പിച്ച് മമ്മിയൂരും തൊഴുത് വഴിപാട് നടത്തി പോരുക. ചെയ്തൂടെ? നമ്മളെ ചെയ്തൂടെ? ശ്രദ്ധിക്കണേ കേട്ടോ. അല്ല, അവിടേക്ക് വന്നതാ. ആക്ടിങ് ഒരാളിനായിപ്പോയി ആള്. തൽക്കാലം എന്നാ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ.
ഒരു കദളിക്കുര. അവിടേക്ക് വല്ല പ്രാർത്ഥനയൊക്കെ വിചാരിച്ചിട്ട് അല്ലെ മുമ്പത്തെ പ്രശ്നചാരത്തിൽ കണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഗുരുവായൂരേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താ ഗുരുവായൂരപ്പൻ്റെ ഒരു സന്തോഷക്കുറവ്? രണ്ട് ലിറ്റർ പാൽപ്പായസം, വെണ്ണ പാചകം, തിരുവടിമാല, ഭഗവതിക്കാവില് 500 ചാര, നൈവേദ്യം, ഗുരുവായൂരപ്പന് കൈലിക്കുര സമർപ്പണം. ചിങ്ങം രാശി എഴുതിണ്ടാവും അല്ലേ? കൈലിക്കുര 2 ലിറ്റർ. ചന്ദനത്തിരി ഉണ്ടെങ്കിലേ ഒരു 3-4 കുത്തി വെച്ചാൽ. അപ്പോൾ പ്രാദേശിക ക്ഷേത്രങ്ങളിൽ ഇവിടെ ദേശക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള അമ്പലം നെച്ചിയിൽ നരസിംഹമൂർത്തി തന്നെയാണോ അല്ലേ? പിന്നെ ത്രിപുരാന്തക ക്ഷേത്രം, പിന്നെ കരിങ്കാളികാവ്, ഈ ക്ഷേത്രം തന്നെയല്ലേ ഉള്ളൂ. പിന്നെന്താ പുതുക്കോടോ? ഇന്ന് രാവിലെ എന്താ പുളിയക്കോട് ശിവക്ഷേത്രം, പുളിയക്കോട് മഹാദേവ ക്ഷേത്രം, നെച്ചിയിൽ നരസിംഹമൂർത്തി ക്ഷേത്രം, ത്രിപുരാന്തക ക്ഷേത്രം, കരിങ്കാളികാവ്. മിഥുനം രാശി മതി. ദേവീർവ ധർമ്മദേവി ഇവിടെ എഴുതിയല്ലോ അല്ലേ? ആപനിവൃത്തിക്ക് ഗണപതി ഹോമം, ത്രികാല ഭഗവത് സേവ, മൃത്യുഞ്ജയ ഹോമം. ആചാര്യൻ മുഖേന അന്നേ ദിവസം ദേവങ്കൽ വിശേഷാൽ പൂജ നടത്തി, ഭക്തജനങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തി, ചെയ്യാൻ പോകുന്ന പരിഹാരങ്ങൾ ദേവനെ അറിയിച്ച് പ്രദക്ഷിണ നമസ്കാരങ്ങൾ നടത്തി പ്രാർത്ഥിക്കാം. അത് നിശ്ചയിച്ച് വേണ്ടതാണ്, നോക്കേണ്ടതല്ല. ആചാര്യൻ മുഖേന വിശേഷാൽ പൂജ. ദേവേർവാ ധർമ്മദേവൈഹി നാഗത്തിന് നിലവിലുള്ള ഭൂമിയിൽ പ്രതിഷ്ഠ നടത്താനൊന്നും സാധിക്കില്ല. പണ്ട് കാലത്ത് സ്ഥാനവും ചിത്രകൂടവും നാഗരാജാവ് നാഗരാജ്ഞി എന്നുള്ള സ്വഭാവത്തിലുള്ള ആരാധനയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സർപ്പബലി എല്ലാ വർഷവും പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചോ സൗകര്യപ്പെട്ട ദിവസം സർപ്പബലി കഴിക്കാം. പായസഹോമാവാം. ഒരു തവണ പായസഹോമ സഹിത സർപ്പബലിയും എല്ലാ വർഷവും സർപ്പബലിയും കഴിക്കാം. നിശ്ചിത ഡേറ്റ് വേണ്ടല്ലോ. വേണ്ട. ഒരു പ്രതിഷ്ഠാദിനത്തിന്റെ അല്ല, അങ്ങനെയില്ല. അത് നിങ്ങളെ സൗകര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് നടത്താം. അത് പിന്നെ മഴക്കാലത്ത് ഇടി വെട്ടുന്ന കാലത്ത് കഴിക്കരുതെന്നേ ഉള്ളൂ. നമ്മളെ കുംഭം ഓക്കെ ആവാം. ശിവരാത്രി വെള്ളിയാഴ്ച
രാഹു അനുകൂലമായി. പാതിരിക്കുന്നത്താണ് അത് ചെയ്യാറ് പതിവ്. എന്ത് പാതിരിക്കുന്നത്ത് മന എന്ത് ചെയ്യാറ്? ഈ സർപ്പബലി ഇത് ഇവിടെ വെച്ചിട്ടാണ് അല്ല ഇവിടെ വെച്ചിട്ടല്ലേ അവരാണ് വരല് വരെ. ആയിക്കോട്ടെ, അത് ആരും ആചാര്യനുമായിട്ട് പറഞ്ഞ് സമ്മതിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെ തുടർന്നോട്ടെ. ദേവേർവാ ധർമ്മദേവി ദേവേർവാ ധർമ്മദേവി ഫണി പിതൃ. പ്രേത വിഷയത്തിലേക്ക് ആ ആൾക്കാരുടെ പേരുകളൊന്ന്. ദേവങ്കൽ ബാധിച്ച പ്രേത ദുരിതം. ഇപ്പം ഈ സ്വർണ്ണപ്രശ്നത്തിൽ വിശേഷമായിട്ട് ചില മരണലക്ഷണങ്ങളൊക്കെ കണ്ടു. ഈ പഴയ കാലത്ത് ജലത്തിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഇതിലത്തെ 2 പേര്, 2 സ്ത്രീകള്. പേരറിയോ ആ വല്യമാരെ? അതെ, അപ്പൊ ഇതൊന്നും വലിയ പഴക്കമുള്ള സംഗതിയല്ല. രജനി. അച്ഛൻ്റെ പേര്? അച്ഛൻ്റെ പേര്? അച്ഛൻ്റെ പേര്? ആ അല്ല, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ. പിന്നെ പഴയ കാലത്ത് ഗർഭിണിയായിട്ട് മരിച്ച ഒരു സ്ത്രീ, പേരറിയില്ല ഒന്ന്. പിന്നെ അവിടെ ഇല്ലം തീ കത്തിയ സമയത്ത് തീയിൽ പെട്ട് മരിച്ചു ഒരു സ്ത്രീ, പേരറിയോ? ഇല്ല. സഗർഭ 1, അഗ്നിമൃതി 1. പിന്നെ നമ്മളെ ഇവിടെ ഗോചരം കൊണ്ട് കണ്ട വധദുരിതം, സ്ത്രീഹത്യ. ഇവിടെ വധദുരിതം, സ്ത്രീഹത്യ. അപ്പോൾ പിന്നെ പൂർവ ആചാര്യബന്ധം, ഗുളികഭവനാത്മനായതുകൊണ്ട് പൂർവ ആചാര്യബന്ധം, ഊരാള കുടുംബ അശേഷം, ദേവലക വിഭാഗ അശേഷം, ജനപദ വിഭാഗ അശേഷം. അപ്പൊ അതിന് സംഖ്യ 3, 3, 12 എന്ന് പറഞ്ഞാൽ കുറയോ? 12 അങ്ങനെ കാണുക. 3008 സംഖ്യ വീതം സുദർശന ഹോമം നടത്തി പ്രേത ആവാഹന ചെയ്ത് 12000 സംഖ്യ തിലഹോമം തുടങ്ങി സായുജ്യപര്യന്തമായ ക്രിയകൾ ചെയ്ത് ശുദ്ധ പ്രതിമ തിരുനെല്ലിയിൽ സമർപ്പിച്ച് ക്ഷേത്രപിണ്ഡം നടത്തി വരിക. ഈ സന്ദർഭത്തിൽ പ്രേതാവാഹന ചെയ്യുന്ന സമയത്ത് ദേവന്റെ ബിംബോപാധിയിൽ ബാധിച്ച് പ്രേതാംശത്തെ പ്രത്യേകം പ്രതിമയിലേക്ക് ആവാഹിച്ച്, പ്രത്യേകം പത്മത്തിലേക്ക്, പത്മമിട്ട് പത്മത്തിൽ ആവാഹിച്ച് പ്രതിമയിലേക്ക്, പത്മത്തിൽ നിന്ന് പ്രതിമയിലേക്ക് ആവാഹിച്ച് സൽഗതി ക്രിയകളിൽ ഉൾപ്പെടുത്തുക. ഉരാള വിഭാഗത്തിൻ്റേത് ഉരാളന്മാരെ ഏറ്റെടുത്ത് തിരുനെല്ലിയിൽ സമർപ്പിച്ച് ക്ഷേത്രപിണ്ഡം ചെയ്യുക. മീനം രാശി മോക്ഷരാശി, മനസ്സിലായി? ദേവേർവാ ധർമ്മദേവേ ഫണി പിതൃ ഗുരുഭിർ യോഗീശ്വര പൂജ. അത് രണ്ടും കൂടി ആണോ, ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ടാണോ? വെച്ച് നമസ്കാരം എന്ന് പറഞ്ഞാൽ സ്വാമിയാർക്ക്, തൃശ്ശൂർ തെക്കേവട സ്വാമിയാർക്ക് വെച്ച് നമസ്കാരം നടത്താം. അത് മാത്രം നോക്കുക. പൂർവ്വകാലഘട്ടത്തിലെ ഒരു യോഗീശ്വരൻ്റെ അനുഗ്രഹക്കുറവ് കണ്ടതുകൊണ്ട് പ്രായശ്ചിത്തായിട്ട് തെക്കേമഠം സ്വാമിയാർക്ക് വെച്ച് നമസ്കാരം നടത്തി അനുഗ്രഹം സമ്പാദിക്കുക. മിഥുനം രാശി 9 ശനി.
ദേവേർവാ ധർമ്മദേവേ ഭണി പിതൃ ഗുരുഭിർ ബ്രാഹ്മണൈഹി ശാപദോഷ നിവൃത്തിക്കായിട്ട് ബഹുത്വേന ഗോമൂല്യദാനം ചെയ്ത എണ്ണാപ്പണം കഴിയിട്ട് ബഹുത്വേന സമാരാധന എന്ന് മാത്രം എഴുതാം. എന്നിട്ട് അതിന് സമസ്ത ശാപദുരിതങ്ങളെ ഇത് ദീപാരാധനയുടെ അതെ നല്ലോണം ഉണ്ട്. ഈ പശുദാനം ഇതിൻ്റെ കൂടെ ജീവപശുദാനം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാണോ? പിന്നെ അതിലുള്ള മറ്റൊരു പരിഹാരം ദാനമാണ്. അതും അതിലും സേവം വരുന്നതുകൊണ്ട് നമ്മുടെ വിഷയം സ്വസ്ഥാവ് വേണം എന്ന ബാധ്യതയാവാത്ത രീതിയിലുള്ളതാണ്. 12 അത് നല്ല വിചാരമാണ്. അത് നോക്കാം. അപ്പോൾ ശാപദോഷ പരിഹാരമായിട്ട് ഒരു തവണ ചക്രാബ്ജ പൂജ നടത്തി ദ്വാദശമൂർത്തി ആരാധന കഴിക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കാൻ. എന്നാലും ബഹുത്വേന കലഴിച്ചോട്ട് വേണം താനും. സമസ്ത ശാപദോഷ നിവൃത്തിക്കായി ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാമണ്ഡലം ചക്രാബ്ജ പൂജ നടത്തി ദ്വാദശമൂർത്തി ആരാധന സുഹൃതഹോമം 6008 സുഹൃതഹോമം, അതോടൊപ്പം ശാപദോഷ നിവൃത്തിക്കായി അഖണ്ഡ നാമജപം, പോരാ. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വർത്താനം പറയല്ലേ. എല്ലാ മാസവും പിന്നെ അഖണ്ഡം നാമം ജപിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ, എന്താ അതിൻ്റെ മറുപടി? കാരണം അത്രയധികം വളരെ ഗൗരവമുള്ള പാപദുരിതങ്ങൾ ഇവിടെ കണ്ടിട്ട് അതിന് പരിഹാരം ചെയ്യാത്ത കുറേ പണം ചെലവിട്ടുള്ള പരിഹാരം അല്ലാതുള്ള കാര്യം കണ്ടാൽ ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു സംശയം ഉണ്ടായി. ഇവിടെ ഇപ്പോൾ സാധാരണത്തിൽ നമ്മളെ നാട്ടിൻപുറത്തുള്ള ആളുകൾ നിത്യനിദാനങ്ങളും തൊഴിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പണിക്ക് പോണ ആളുകളാണ്. അപ്പോൾ ഈ വ്യാഴാഴ്ച എന്നുള്ളത് ചിലപ്പോൾ ഇവർക്ക് സാധിക്കാതെ വരുന്നൊരു വിഷമതകളുണ്ട്. ഞായറാഴ്ച ആക്കണതിന് വിരോധമില്ലല്ലോ എന്നാണ് ചോദ്യം. എന്താണ് ഞായറാഴ്ച നാമം ജപിക്കുന്നില്ലല്ലോ? അല്ല, അങ്ങനെയല്ല, ഞായറാഴ്ച ആക്കാം. സ്ത്രീകൾക്ക് അങ്ങനെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ആണോ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ക് കണ്ടാൽ എല്ലാവർക്കും മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. എന്താ നിങ്ങളൊക്കെ അഭിപ്രായം എന്താ പറയും? അല്ലേ, അപ്പൊ ഇവിടെ ഒന്നാമത് ഈ നമ്മുടെ സ്ത്രീകൾ പരിപാലന സമിതി ഉഷാറാണ്. അപ്പം അവർക്കൊക്കെ ഞായറാഴ്ച താല്പര്യമാണ്. അപ്പൊ എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? ഞായറാഴ്ച ആക്കാന്നല്ല അഭിപ്രായമല്ല, ചെയ്യണം. അല്ല, അത് ചെയ്യാം. ആഴ്ചന്റെ വിഷയമില്ല. എല്ലാവർക്കും കൂടി സൗകര്യപ്പെട്ട ദിവസം ഞായറാഴ്ച ആണെങ്കിൽ അന്ന് നടത്താം. അന്ന് ഇപ്പം എന്താ പൂജാകാലത്ത് പിന്നെ ഈ നേദ്യത്തിന്റെ സമയമൊക്കെ ആകുമ്പം ശബ്ദം കുറയ്ക്കുകയും കഴിഞ്ഞിട്ട് ആ ഒരു ക്രമം പരിപാലിച്ചും കൊണ്ടൊക്കെ അഖണ്ഡനാമം ആവാം. അങ്ങനെ ചെയ്യും. എന്നാലും ഒരു ചക്രാബ്ജവും നേരത്തെ കണ്ട ദ്വാദശമൂർത്തി ആരാധനയും 6008 സുഹൃത ഹോമവും ഈ അഖണ്ഡനാമം മാസം തോറും.
തോന്നുന്നു. സമസ്ത ഗുരുതത്തിന് ആവാഹിച്ചു. പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ ഒരു തവണ ഭാഗവത സപ്താഹം നടത്തുക. ഒരു തവണ, എല്ലാ കൊല്ലമൊന്നും കണ്ടില്ല, ഒരു തവണ ഭാഗവത സപ്താഹം നടത്തണം. അത് അടുത്ത കൊല്ലം നടത്തണം എന്നല്ല, ഈ ശാപദോഷത്തിൻ്റെ പരിഹാരമായിട്ട് ഒരു തവണ ഭാഗവത സപ്താഹം കൂടി അത് ഭഗവാനെ ചൊല്ലി കേൾപ്പിക്കുക. അതിൽ അർത്ഥം പറയുന്ന രീതിയിലാവാം, അർത്ഥം പറയാത്ത രീതിയിലാവാം കേട്ടോ. സപ്താഹം കൂടെ വേണം. ശാപം പിന്നെ നോക്കേണ്ടതല്ലാത്ത സംഗതി ഉദയാസ്തമന പൂജ. ഉദയാസ്തമന പൂജ ശ്രീഭൂതബലി. പിന്നെ ഒരു തവണ അത് എല്ലാം ഓത്തൂട്ട് കണ്ടാൽ അത് കണ്ടതായിട്ട് എഴുതണ്ട. പൂർവ്വകാലഘട്ടത്തിലെ വേദോക്തങ്ങളായ കർമ്മങ്ങൾ വിദ്യാമണ്ണം നടന്നിരുന്ന സങ്കേതമായതുകൊണ്ട് ഓത്തൂട്ട് സാധിക്കുമെങ്കിൽ ഓത്തൂട്ട് നടത്തുന്നത് വളരെ വിശേഷ ഗുണകരമാണെന്ന് മാത്രം എഴുതാം. കാരണം അത് സാധിക്കുകയാണെങ്കിൽ മാത്രം നിശ്ചയിച്ചാൽ നടത്തണം. ഓത്തൂട്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് സാഹചര്യം അതിനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിശ്ചയിച്ച് പോകാൻ എളുപ്പമാണ്. ഞാൻ നടത്തിയില്ല വിഷമാവും. അത് നടത്തുന്നത് ഗുണകരമാണ് മാത്രം അതിൽ എഴുതി വെക്കാം കേട്ടോ. ഭണി പിതൃ ഗുരുഭർ ബ്രാഹ്മണൈഃ പ്രേതഭൂതൈ പീഡാ യാസ്യൽ കൃതാസ തദനുഭവതിയാ ദൃഗ്ഭവാ വാഗ്ഭവാ യാസ്യൽ ഭൂയോ വിഷോത്ഥ പുനരിഹ രിപുഭിർ യാകൃതാ സാജതാസാം തേഷാം ഹേതുശ്ചാപി ക്രമേണ പ്രതിവിധിവിധ പ്രോച്യതേ പ്രശകാനം. മുമ്പ് കാലത്ത് ഈ പ്രഭാസത്തിക ശാസ്താവിന് എന്തില്ല, വെറും നിലത്ത് സ്ഥാപിച്ചതായതുകൊണ്ട് അതിന് അഷ്ടബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു പീഠ ഉണ്ടാക്കി സ്ഥാപിച്ചപ്പോൾ അഷ്ടബന്ധത്തെ ഉറപ്പിച്ചു. അത് മഴയും വെയിലും കൊണ്ട് നിൽക്കുന്ന മൃഗമായതുകൊണ്ട് അഷ്ടബന്ധം പോകും. ഈ മഴയും വെയിലുള്ള സ്ഥലത്ത് അഷ്ടബന്ധം ഇട്ട് കഴിഞ്ഞാൽ അത്ര കാലം നിൽക്കില്ല. അപ്പം ഇപ്പം അത് അഷ്ടബന്ധം ഇട്ടിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് കണ്ടതുകൊണ്ട് വീണ്ടും അഷ്ടബന്ധം ഇട്ട് ഉറപ്പിക്കാം. അത് ചെയ്യണം. പിന്നെ കൃഷ്ണകാളി, പിന്നെ ഈ പ്രദേശത്ത് എന്താ കാവുങ്കര അല്ലെ, പടിഞ്ഞാറ് ഭാഗത്തുള്ള കാവുങ്കര എന്ന സ്ഥലത്തുള്ള ദേവതകൾ സ്ഥാനം നഷ്ടപ്പെട്ട് അതും ദോഷകരായി ബാധിക്കുന്നത് കണ്ടു. ഇതിന് ഈ കൃഷ്ണകാളി സാന്നിധ്യത്തിൻ്റെ ബാധാദോഷവും ക്ഷേത്രത്തിലേക്ക് ബാധിക്കുന്നതായിട്ട് കണ്ടു. ഈ വിഷയങ്ങൾക്ക് പ്രത്യേകം ശൈവം, വൈഷ്ണവം, ശാക്തേയം എന്നുള്ള സ്വഭാവത്തിൽ ഒരു ഗോപി, ചന്ദ്രക്കല, താലി, ശ്രദ്ധിക്കണേ, ഗോപി, ചന്ദ്രക്കല, താലി എന്നീ ഉപാധികളിലേക്ക് ത്രിവിധങ്ങളായിട്ടുള്ള ഈ മൂർത്തിബന്ധങ്ങളെ അഥവാ ബാധാബന്ധങ്ങളെ ആവാഹിച്ച് ഭാസ്കരമണ്ഡലത്തിൽ ലയിപ്പിച്ച് ദുരിത നിവൃത്തി വരുത്തിയ ശേഷം ഇത് ശിവ, വിഷ്ണു, ഭഗവതി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക.
എല്ലാ വർഷവും പിന്നെ ഈ ഒരാളെ തറവാട്ടുകാർ, ഒരാളെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ, പുത്തൂത്തഞ്ചേരി ഇല്ലക്കാർ അവരുടെ നിത്യജീവിതത്തിൽ കരിങ്കാളിയെ സ്മരിക്കുകയും മാസം തോറും കരിങ്കാളിക്ക് എവിടെ താമസിക്കുകയാണെങ്കിലും പത്മട്ട് ഒരു നേദ്യം കഴിക്കുകയും വർഷത്തിൽ വിശേഷ വിധിയായിട്ട് പൂജ കഴിക്കുകയും അഥവാ ആ ഇല്ലത്തിലുള്ള ആൾക്കാർ പ്രത്യേകം പ്രശ്നം ചെയ്ത് ഈ വിഷയത്തിന് യുക്തമായ പരിഹാരം ഭാവിയിൽ വിശദമായി ആലോചിച്ച് ചെയ്യും. അതുവരെ ഇപ്പം ഈ ഉപായത്തിലുള്ള കുറച്ച് പരിഹാരങ്ങൾ ചെയ്യും. പിന്നെ ഈ ദേവസ്വം വക നേരത്തെ പറഞ്ഞ ആ ഒരു തറവാട്, പുലയാളി തറവാട് എന്ന് പറഞ്ഞ കരിങ്കാളിയെ ആദരിച്ചു പോരുന്ന തറവാട്ടിലേക്ക് ദേവസ്വം വക വർഷത്തിൽ വിശേഷ വിധിയായിട്ട് വഴിപാടുകൾ കഴിപ്പിക്കാനുള്ള പണം അവിടേക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഭഗവതി ബന്ധം ബാധാദോഷമായിട്ട് വന്നതിന് പരിഹാരമാവുമോ നോക്കട്ടെ കേട്ടോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കേ. പറയില്ലേ കർക്കടകം, വൃശ്ചികം, മീനം, ചിങ്ങം രാശി സ്ഥലമായി. വ്യാഴം പ്രസാദിച്ചു. അങ്ങനെ ചെയ്യാന്ന് ഉറപ്പിക്കാം. അതിൽ ഈ കൃഷ്ണകാളി കരിങ്കാളിയുടെ ഒരു ബുദ്ധിമുട്ട് ബാധാദോഷം ഇവിടെ ഉണ്ടാവില്ല. ഈ പറഞ്ഞ പരിഹാരം വൃത്തിയായി ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് ഈ അധ്യായം അവിടെ തീരുകയാണ്. ഇവിടെ സ്ഥാനം കൊടുത്ത് ആരാധിക്കേണ്ടതില്ല. അതുമായിട്ട് ഉറപ്പിച്ചൊന്ന് മൈലോനാക്കാം. മാറി മാറി വരുന്ന പരിപാലന സമിതിക്ക് അത് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. മാറി വരുന്ന അതെ അല്ല ദേവസ്വം വക എല്ലാ വർഷവും കഴിക്കണം. അതൊരു ബൈലോക്കി റെക്കോർഡാക്കി വെക്കാം. അല്ല ഈ ചാർട്ട് വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ ചാർട്ട് ഒരു 3-4 കോപ്പി എടുത്ത് പല ആൾക്കാരുടെയും കയ്യിലും ഒന്നിവിടെയും സൂക്ഷിക്കാം. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒരു കമ്മിറ്റി മാറി അടുത്ത കമ്മിറ്റി വരുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാം. എപ്പോഴും കമ്മിറ്റിക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയാൽ പിന്നെ നോക്കേണ്ടതല്ലാതെ നിശ്ചയിച്ച കാര്യം എല്ലാ ദിവസവും വൈകുന്നേരം വെച്ചുനേദ്യം വേണം. അതിന് നേദ്യത്തിന്റെ അളവൊന്നും ഇപ്പോൾ പറയുന്നില്ല, പറ്റുന്ന മാതിരി ചെയ്യാം. പക്ഷെ ഒരു വെച്ചുനേദ്യം വേണം, വൈകുന്നേരം വെച്ചുനേദ്യം. ഭണിപിതൃഗുരുഭർ ബ്രാഹ്മണൈ പ്രേതഭൂതൈ വർഷം പ്രതി വിശേഷൽ ഗണപതി ഹോമം. പ്രേതഭൂതൈ പീഡായാസ്യൽ കൃതാസ തദനുഭവതിയാ ദൃഗ്ഭവ വാഗ്ഭവ യാസ്യൽ ഭൂയോ വിഷോത്ഥ പുനരിഹ രിപുഭിർയാകൃത സാധ്യതാസാം തേഷാം ഹേതുശ്ചാപി ക്രമേണ പ്രതിവിധിച്ച പ്രോച്യതേ പൃച്ഛഗാനം. അപ്പോൾ ഈ ഭാവിയിൽ കഴിവതും വേഗം ഭൂമി സ്വസ്ഥാക്കിയിട്ട് ആ കിഴക്കേ ഭാഗത്തുള്ള ഭൂമി സ്വസ്ഥാക്കി ശാസ്താവിന് പ്രത്യേകം അരമതിൽ കെട്ടി തിരിച്ച് ഈ ശൗചാലയത്തിലേക്ക് പോകാനുള്ള വഴിയൊക്കെ വേറെ വെച്ച് ഈ അശുദ്ധി നിരന്തരം ഉണ്ടാവാനുള്ള സാഹചര്യം മാറ്റിയെടുക്കുക. അതേമാതിരി ടാപ്പ് വെള്ളം കൈയെഴുതുന്ന വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതൊക്കെ പരമാവധി മാലിന്യങ്ങളൊക്കെ അവിടുന്ന് ഒഴിവാക്കുക. ക്ഷേത്രത്തിന് ഭൂമിയുടെ കാര്യങ്ങൾ വ്യവസ്ഥയായി കഴിഞ്ഞാൽ ചുറ്റുമതിൽ കെട്ടി വ്യവസ്ഥയാക്കുക. ഉണ്ടാക്കാൻ പോകുന്ന നടപ്പന്തലിൻ്റെ കാര്യം ഒന്നുകൂടി ഒന്ന് കാണിപ്പേരിനോട് ചോദിക്കുക. ഈ നടപ്പന്തല് തെക്ക് വടക്ക് നീളത്തിൽ ബരിക്കല്ല് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതിയോ, അതിനുള്ള സ്ഥാനം കിട്ടുമോ എന്നുള്ളത് ഒന്നുകൂടി ചോദിക്കുക. വടക്ക് ഭാഗത്തേക്കുള്ള വാതില് അവിടെ ആ വാതിൽ ഒഴിവാക്കിയിട്ട് അവിടെ ചുമര് കൂട്ടിമുട്ടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ കണ്ടത്. കുളം നവീകരിക്കുക. റെക്കോർഡ് ചെയ്യുന്നില്ലേ? കുളം നവീകരിക്കുക. നമ്മൾ ചിലത് എഴുതാൻ വിട്ടാലും തെറ്റില്ല. അപ്പം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നാലും എഴുതണം. അത് യന്ത്രല്ലേ, അത് പോയാലും ഇത് പോകില്ലല്ലോ. അത് പോയാലും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
ആ ത്രിപുരാന്തക ക്ഷേത്രത്തിലേക്ക് ഇപ്പൊ ചെയ്തു പോരുന്ന രീതിയിലുള്ള ബന്ധം തുടരുക. ആ ഗരീന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ടില്ലേ? നോക്കാം. ഭാവിയിൽ നന്നായി വരുമ്പോൾ ഇനിയൊരു പ്രശ്നത്തിന് ഇട വരുന്നു. പിന്നെ ഇനിയൊരു പ്രശ്നത്തിന് ഇട വരുമ്പോൾ വർഷം പ്രതിയുള്ള ശുദ്ധി 3 ദിവസത്തെ ഏർപ്പാടോട് കൂടിയിട്ടുള്ള പ്രതിഷ്ഠാദിനം. പഞ്ചകാന്തം ശുദ്ധി, ഉദയാസ്തമനം, പഞ്ചകാന്തം ശുദ്ധി, അരി അളന്ന് പഞ്ചകാന്ത ശുദ്ധി കഴിക്കുക. അതിൽ ശുദ്ധിയിൽ വാസ്തുഹോമം, രക്ഷോഗ്രഹോമം ഒക്കെ വരും. അത് കഴിഞ്ഞിട്ട് അരി അളന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉദയാസ്തമന പൂജ, ശ്രീഭൂതബലി, അതിൻ്റെ പിറ്റേ ദിവസം നവകം പഞ്ചവ്യത്തോടു കൂടി പ്രതിഷ്ഠാദിനം. അന്ന് ചതുശ്ശത നേദ്യം കഴിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നാൽ ഭാവിയിലേക്ക് ശ്രേയസ് ഉണ്ടാവില്ല എന്നാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരാളന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആ നേരത്തെ ചെർപ്പളേരി ഇല്ലക്കാരോടും കൂടി പറഞ്ഞിട്ട് ഈ ദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും വന്ന് ഒരു നേദ്യം കഴിച്ചു പോകുന്ന രീതിയിൽ, എന്നാൽ ഈ ദേവനുമായിട്ട് കൂടുതലൊരു അടുപ്പായി. പിന്നെ കൂടാതെ പിന്നെ അവരുടെ പിറന്നാളുകൾക്കൊക്കെ പൂജ കഴിപ്പിക്കുകയും വാർഷികമായിട്ട് ഉത്സവം അങ്ങനെയുള്ള വിശേഷ ചടങ്ങുകളിൽ ആ ഇല്ലക്കാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സംഭാവനകളൊക്കെ പ്രത്യേകിച്ച് ചെയ്യും. അതേപോലെ ദേശവാസികൾ ഈ അവരവരുടെ പിറന്നാളിനോ വിശേഷ അവസരങ്ങളിലോ ഇനി ഒരു വിവാഹം നടക്കുകയാണ്, മകളുടെ അല്ലെ മകൻ്റെ വിവാഹം നടക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വല്ല സ്വർണ്ണം എടുക്കുകയാണ്, ഒരു തരി ഭഗവാന് വസ്ത്രം എടുക്കുകയാണ്, ഒരു പട്ട് ഭഗവാന് എന്നുള്ള രീതിയിൽ ഒരു ഭാവം അവനവൻ്റെ കുടുംബത്തിലൊരു അംഗം എന്നുള്ള രീതിയിൽ ഈ ദേവനെ കണ്ടും കൊണ്ട് നിന്നു കഴിഞ്ഞാൽ എത്രയോ അധികം ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോന്നാൽ ഈ ദേവന്റെ അനുഗ്രഹം ഉണ്ടാവില്ലേ, അഭിവൃദ്ധിപ്പെടില്ലേ എന്നുള്ളതാണ് കൂട്ടൊഴിവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ, എണീറ്റ് നിന്നിട്ട് നോക്കട്ടെ. മേൽപ്പെട്ടതായ സർവ്വവിധ പരിഹാരങ്ങൾ കൂടാതെ ജീർണകൾ പരിശോധന കലശാദികളെക്കൊണ്ട് ചൈതന്യം എടുത്തു കൊടുക്കുക.
മകരം രാശി കൂട്ടൊഴുവ്, ലഗ്നത്തിൽ ചന്ദ്രൻ, നാലില് വ്യാഴം. ഈ കൂട്ടൊഴുവ് നോക്കുക എന്ന് പറഞ്ഞ ഒരു പരീക്ഷണമാണ്. ഈ കണ്ട കാര്യങ്ങളെല്ലാം വിധിയാമണ്ണം ചെയ്ത് ചൈതന്യപുഷ്ടിക്ക് ആവശ്യമായ പൗഷ്ടികക്രിയകളെല്ലാം വിധിയാമണ്ണം ചെയ്തും കൊണ്ട് വ്യവസ്ഥപ്പെടുത്തിയാൽ ഈ ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടാവില്ലേ, ഈ ദേവന്റെ അനുഗ്രഹം പ്രഷ്ടാക്കന്മാർക്ക്, ദേശവാസികൾക്ക്, ഉടമസ്ഥന്മാർക്ക് ഒക്കെ വിധിയാമണ്ണം ലഭിക്കില്ലേ എന്നുള്ളത് കൂട്ടൊഴുവ് നോക്കുകയാണ്. ഇതിൽ വ്യാഴം പ്രതികൂലമായി വന്നാൽ നമ്മൾ കണ്ടതും നിശ്ചയിച്ചതും അല്ലെങ്കിൽ പ്രശ്നത്തിൽ കൂടി ചിന്തിച്ചതുമായ കാര്യങ്ങളിൽ പോരായ്മയുണ്ട്. പിന്നെ ഈ മരുന്നിനെ കൊണ്ടൊന്നും ഈ രോഗം മാറില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ വ്യാഴം അനുകൂലമായി വന്നാൽ നിശ്ചയിച്ച മരുന്ന് രോഗത്തിന് യുക്തമായിട്ടുള്ളതാണ്. ഇതുകളെ കൊണ്ട് നിർബന്ധമായിട്ടും ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മാറി സ്വസ്ഥാവും. ഇവിടെ വ്യാഴം അനുകൂലമായി വന്ന രാശി കിട്ടി. മകരം വന്നാൽ മറച്ചു നോക്കണ്ട, മറ്റൊന്നല്ല, ഈ കണ്ട കാര്യങ്ങളൊക്കെ മതി. നാലിൽ വ്യാഴം, വിദ്വാൻ, സുവാക്യ, കൃപണ, സുഖി. സുഖി എന്നുള്ള ആശ്രയഫലത്തോടു കൂടി, ഭാവഫലത്തോടു കൂടി വ്യാഴം വരിക. ലഗ്നാധിപൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ ആശ്രയിക്കുക. ഊർധ്വമുഖ രാശി കിട്ടുക. ശുഭഗ്രഹത്തിന്റെ ഉദയം വരിക. ഇപ്പം സന്തതികളില്ലാത്ത ദമ്പതിമാര് രാശി വെച്ച് ഇങ്ങനെ കിട്ടിയാൽ അചരേണ അവർക്ക് സന്തതികൾ ഉണ്ടാവും, വേഗം തന്നെ കുട്ടികൾ ഉണ്ടാവും. ഒരു യാത്ര പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ രാശി കിട്ടിയാൽ ആ യാത്ര സഫലമായി തീരും. ഒരു കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ള സന്ദേഹത്തോടു കൂടിയാണെങ്കിൽ അത് വളരെ വിധിയാവണ്ണം പൂർത്തീകരിക്കാൻ പറ്റും. ഇന്ന് ഭാവിയിലേക്കൊരു പച്ചക്കൊടി വീശുന്ന രാശിയാണ് കിട്ടിയത്. ഊർധ്വമുഖ രാശിയാണ്, വ്യാഴം പ്രസാദിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ഒരു ഉദാസീനതയില്ലാതെ നിങ്ങൾ വേഗം ചെയ്യും. ഇവിടെ തീർച്ചയായിട്ടും അനുഭവത്തിൽ മാറ്റം വരും. അത് ഈ ക്ഷേത്രം നന്നായ നാട് നന്നാവും. ക്ഷയാത് ത്രായതേകി ക്ഷേത്രം, ഒരു ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം. അപ്പം ഈ ദേവന്റെ അനുഭവങ്ങളൊക്കെയാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരിൽ ഉണ്ടായ പല ബുദ്ധിമുട്ടുകൾക്കും കാരണം. ഇവിടെ നന്നാവുന്നത് പ്രദേശത്തേക്കും വളരെയധികം സമൃദ്ധി ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഫലം പറയേണ്ട രാശിയാണ് കൂട്ടൊഴുവ് രാശിയായിട്ട് കിട്ടിയത്. അത് വിദ്യാമണ്ണം മനസ്സിരുത്തി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. ചാർട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചാർട്ടിൽ എഴുതി വെക്കും. നിങ്ങൾ ചാർട്ട് ഒക്കെ ഇന്നിപ്പോൾ എഴുതാനുള്ള സമയമില്ല, സമാധാനമായിട്ട് എഴുതി ആരെങ്കിലും വന്ന് വാങ്ങിക്കോളൂ. ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ദേവന്റെ അടുത്ത് സമർപ്പിക്കുക. പിന്നെ അതിന് ശേഷം തന്ത്രിയെ കൊണ്ടുപോയി കാണിക്കുക. എന്നിട്ട് തന്ത്രിയുടെയും കൂടി അഭിപ്രായം അറിഞ്ഞ് എല്ലാം കൂടി വേഗം ഓരോ പരിഹാരങ്ങളായിട്ട് ചെയ്യാം കേട്ടോ. പ്രസിഡന്റ് കേട്ടുമല്ലോ അല്ലേ? എന്നാൽ രാശി മടക്കുകയാണേ. ഇവിടെ ഈ കൂട്ടൊഴിവ് വീണ്ടും നോക്കേണ്ടി വന്നില്ല. ഒറ്റ തവണ കൂട്ടൊഴിവിൽ അത് നന്നായി. ദേവൻ നമ്മളെ കൂടെ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. എന്നാ ചാർട്ട് വാങ്ങിക്കോളൂ. ഇനി കൂടിയിട്ട് ചാർട്ട് വാങ്ങാം. അല്ല, നാരായം 2 ഉണ്ട്.